ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം യോസേപ്പിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്ന് നമുക്ക് യോസേപ്പിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്യം പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായത്തിൻ്റെ 7 വാക്യം. ഉൽപ്പത്തി 45:7. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പ് അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. ഈസി ആയിട്ടുള്ളത് യോസേപ്പ് പറയുന്ന കാര്യമാണ്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പ് അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. നാം കഴിഞ്ഞ ആഴ്ച കണ്ടു, യോസേപ്പ് ഫറവോൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു. 7 വർഷം സമൃദ്ധി ഉണ്ടാകുമെന്നും അതിനുശേഷം 7 വർഷത്തെ ക്ഷാമം ഉണ്ടാകുമെന്നും പറഞ്ഞു. അങ്ങനെ യോസേപ്പ് പറഞ്ഞതുപോലെ തന്നെ ദേശത്തെല്ലായിടവും 7 വർഷത്തെ സുഭിക്ഷതയുണ്ടായി. അതിനുശേഷം ആ 7 വർഷവും സുഭിക്ഷതയുണ്ടായപ്പോൾ ധാന്യം യോസേപ്പ് സൂക്ഷിച്ചു വെച്ചു. അതിനുശേഷം ക്ഷാമം തുടങ്ങി. മിസ്രൈമിൽ മാത്രമല്ല, ദേശത്തെല്ലായിടവും ക്ഷാമം കഠിനമായി തീർന്നു. യോസേപ്പിൻ്റെ സഹോദരന്മാർ ധാന്യം മേടിക്കുവാനായിട്ട് മിസ്രൈമിൽ യോസേപ്പിൻ്റെ അടുത്ത് വന്നു. യോസേപ്പാണ് എന്നവർക്ക് മനസ്സിലായില്ല. എന്നാൽ യോസേപ്പിന് മനസ്സിലായി തൻ്റെ സഹോദരന്മാരാണ് വന്ന് നിൽക്കുന്നതെന്ന്. മിസ്രൈം ദേശത്തിലെ മേലധികാരിയാണ് ഇന്ന് യോസേപ്പ്. യോസേപ്പിന് സഹോദരന്മാരെ മനസ്സിലായി. എന്നാൽ സഹോദരന്മാർക്ക് യോസേപ്പിനെ മനസ്സിലായില്ല. 10 പേർ. അതുകൊണ്ട് ആ 10 പേരും അവർ യോസേപ്പിനെ നമസ്കരിക്കുന്നു. നമുക്കറിയാം, അന്ന് ആ സ്വപ്നം കണ്ടപ്പോൾ അവർ കളിയാക്കിയതാണ്. നിന്നെ ഞങ്ങൾ നമസ്കരിക്കുമോ എന്ന് ചോദിച്ചതാണ്. എന്നാൽ ഇവിടെ യോസേപ്പ് കണ്ടതായിട്ടുള്ള ആ സ്വപ്നം അതുപോലെ തന്നെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. യോസേപ്പ് അന്ന് അവരോട് കഠിനമായിട്ട് ഇവർക്ക് മനസ്സിലായില്ലല്ലോ. അതുകൊണ്ട് ഇവരോട് കഠിനമായി തന്നെ സംസാരിച്ചു. പിന്നീട് നിങ്ങൾ ഒറ്റുനോക്കുവാൻ വന്നവരാണെന്ന് യോസേപ്പ് അവരോട് പറഞ്ഞു. അവരല്ലെന്ന് പറഞ്ഞു. പിന്നീട് യോസേപ്പ് അവരിൽ ഒരാളെ തടവിലാക്കി മറ്റുള്ളവരെ അയച്ചു. പിന്നീട് അവർ ധാന്യം മേടിക്കുവാൻ വരുമ്പോൾ ബെന്യാമീനെയും കൂടെ കൊണ്ടുവരണം. അവർ പറഞ്ഞതനുസരിച്ച് അവർക്കൊരു സഹോദരനുണ്ട്. ആ സഹോദരനെ കൂടെ കൊണ്ടുവരാതിരുന്നാൽ നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് യോസേപ്പ് പറഞ്ഞു. ധാന്യം മേടിച്ച് അവർ വീട്ടിൽ പോയി. ധാന്യമെല്ലാം തീർന്നെങ്കിലും യാക്കോബിന് ബെന്യാമിനെ വിടുവാൻ ആദ്യം ഇഷ്ടമുണ്ടായില്ല. പിന്നെ യഹൂദ പറഞ്ഞതിൻ്റെ അനുസരിച്ച് ബെന്യാമിനെ വിട്ടു. അങ്ങനെ ബെന്യാമീനും 11 പേര് കൂടി യോസേപ്പിൻ്റെ അടുത്ത് വന്നു. അവർ 11 പേരും യോസേപ്പിനെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യോസേപ്പ് ചെറുപ്രായത്തിൽ കണ്ട സ്വപ്നം ദൈവം കൊടുത്ത സ്വപ്നമായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. എന്നാൽ ജ്യേഷ്ഠന്മാർക്ക് അത് മനസ്സിലായില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം യോസേപ്പ് അവരോട് വൈരാഗ്യമൊന്നും കാണിച്ചില്ല. അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി. അവർക്ക് ആദ്യം മുതൽ മൂത്ത ആൾ മുതൽ ഇളയ ആൾ വരെ അവരെ ക്രമമനുസരിച്ച് നിന്ന് ഇരുത്തി. അപ്പോഴൊക്കെ അവർക്ക് സംശയമായി ഇതെന്താണ് എന്നുള്ളത്. എന്നാൽ അവർക്ക് ഭക്ഷണം കൊടുത്തു എന്ന് മാത്രമല്ല, അതിനുശേഷം അവർക്ക് ബെന്യാമിന് ഇരട്ടി പോഷണം കൊടുത്തു. അതിനുശേഷം യോസേപ്പ് അവരോട് ലാസ്റ്റിൽ പിന്നെ അവരോട് ടെസ്റ്റൊക്കെ ചെയ്തു. അതിനുശേഷം യോസേപ്പ് അവരോട് പറഞ്ഞു, ഞാൻ യോസേപ്പാണ് എന്ന് പറഞ്ഞു. അവർ യോസേപ്പിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. യോസേപ്പ് അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവർ ഭയപ്പെട്ടു പോയി. അപ്പോഴാണ് നമ്മളിന്ന് പറഞ്ഞ വാക്യം യോസേപ്പ് പറയുന്നത്. എന്താ അത്ഭുതമാണത്! നമ്മൾ വല്ലവരുമായിരുന്നെങ്കിൽ അവരെ ഉപദ്രവിച്ചതിനെ തിരിച്ച് അത്രമാത്രം ഉപദ്രവിച്ചതാണ്. പൊട്ടക്കിണറ്റിലിട്ടു, മിസ്രൈമിന് വിറ്റു, സ്വന്തം സഹോദരനെ വിറ്റു. അങ്ങനെ ചെയ്തവരാണ്. എന്നാൽ യോസേപ്പ് തിരിച്ച് അങ്ങനെയല്ല ചെയ്ത്. യോസേപ്പ് പറയുന്ന വാക്യമാണ് നമ്മളിന്ന് ഇന്നത്തെ വാക്യത്തിൽ പഠിച്ചത്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പ് അയച്ചിരിക്കുന്നു. പൊട്ടക്കിണറ്റിലിട്ടതും
അടിമയായിട്ട് വിറ്റതും പൊത്തിപ്പേരുടെ വീട്ടിൽ സഹിക്കേണ്ടി വന്നതും കാരാഗൃഹത്തിൽ സഹിക്കേണ്ടി വന്നതും എല്ലാം ഒന്നിച്ച് കണക്ക് കൂട്ടിയിട്ട് യോസേപ്പ് പറയുകയാണ്, ദൈവം എന്നെ അയച്ചതാണ്, ദൈവം എന്നെ അയച്ചിരിക്കുന്നു, നിങ്ങളല്ല ദൈവം എന്നെ അത്രേ അയച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ യോസേപ്പ് അവരെ തിരിച്ച് അവർക്ക് രഥങ്ങൾ കൊടുത്തു. രഥങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം അവരെ യാത്ര അയച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ വഴിയിൽ വെച്ച് ശണ്ട കൂടരുത്, എത്രയും വേഗം ചെന്ന് എൻ്റെ പിതാവിനെയും കൂട്ടിക്കൊണ്ട് ഈ രഥത്തിൽ പിതാവിനെയും കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് എത്രയും വേഗം തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അങ്ങനെ യാക്കോബും കുടുംബവും ഏകദേശം 66 പേർ കനാൻ ദേശത്ത് നിന്ന് യാത്ര ചെയ്ത് മിസ്രൈമിലെത്തി. യോസേപ്പ് തൻ്റെ അപ്പനായ യാക്കോബിനെ ഫറവോൻ്റെ സന്നിധിയിൽ കൊണ്ടുപോയി. യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. അവർ ചോദിച്ച ദേശമായ ഗോശേൻ ദേശം ഫറവോൻ അവർക്ക് കൊടുത്തു. യോസേപ്പ് തൻ്റെ അപ്പനെയും സഹോദരന്മാരെയും അപ്പൻ്റെ കുടുംബത്തെയും ആഹാരം കൊടുത്ത് രക്ഷിച്ചു. യാക്കോബ് യോസേപ്പിൻ്റെ പുത്രന്മാരായ മനശ്ശെയും എഫ്രൈമിനെയും അനുഗ്രഹിക്കുകയും മാത്രമല്ല അവരെ യാക്കോബിൻ്റെ പുത്രന്മാരായി സ്വീകരിക്കുകയും ചെയ്തു. ഇരട്ട അവകാശം യോസേപ്പിന് കൊടുത്തു. യാക്കോബ് മിസ്രൈം ദേശത്ത് വന്നിട്ട് 17 സംവത്സരങ്ങൾ കഴിഞ്ഞു. അവൻ ദീനമായി കിടപ്പായി 12 മക്കളെയും വരുത്തി. യാക്കോബ് അവരെ അനുഗ്രഹിച്ചു. അവരോട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ എന്നെ ഹിത്തിനായ എഫ്രോൻ്റെ നിലത്തിലെ ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടയ്ക്കണം. അത് കനാൻ ദേശത്ത് മമ്രോയ്ക്ക് സമയം അബ്രാഹാം മേടിച്ചതാണ്. മക്പോല എന്ന നിലത്തിലെ ഗുഹയിൽ അബ്രാഹാമിനെയും അവൻ്റെ ഭാര്യയായ സാറായെയും ഇസാക്കിനെയും അവൻ്റെ ഭാര്യയായ റിബേക്കയും എൻ്റെ ഭാര്യയായ ലേയെയും അടക്കിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ എന്നെയും അടക്കണം എന്ന് പറഞ്ഞു. യോസേപ്പ് കാൽക്കട്ടിൽമേൽ എടുത്തു വെച്ചിട്ട് യാക്കോബ് പ്രാണനെ വിട്ടു, തൻ്റെ ജനത്തോട് ചേർന്നു. യാക്കോബ് പറഞ്ഞ പ്രകാരം യോസേപ്പ് യാക്കോബിനെ കനാൻ ദേശത്ത് മമ്രയ്ക്ക് സമീപം മക്പോല എന്ന നിലത്തിലെ ഗുഹയിൽ അടക്കി. യാക്കോബ് 147 വയസ്സിലാണ് മരിച്ചത്. നമുക്ക് അനേക ഗുണപാഠങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഒന്നാമതായിട്ട് യോസേപ്പ് തൻ്റെ സഹോദരന്മാരോട് ക്ഷമിച്ചു. കർത്താവിൻ്റെ മാതൃക പോലെ തന്നെ യോസേപ്പും ചെയ്യുന്നു. രണ്ടാമതായിട്ട് തിന്മയ്ക്ക് പകരം യോസേപ്പ് നന്മ ചെയ്യുന്നു, സഹോദരന്മാർക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കുന്നു. മൂന്നാമതായിട്ട് യോസേപ്പിനെ അവർ പൊട്ടക്കിണറ്റിലിട്ടു, അതിനുശേഷം അടിമയായിട്ട് വിറ്റു. എന്നാൽ യോസേപ്പ് പറയുന്നത്, ദൈവമാണ് എന്നെ അവിടേക്ക് അയച്ചത്. അത്ര വിശ്വാസം ദൈവത്തിൽ യോസേപ്പിനുണ്ടായിരുന്നു. നാലാമതായിട്ട് യോസേപ്പ് മുഖാന്തരം യാക്കോബും കുടുംബവും ക്ഷാമത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്കെന്ന പാഠത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവ്, ഞങ്ങളെ ഉപദ്രവിക്കുന്നവരെ ക്ഷമിപ്പാനും അവർക്ക് നന്മ ചെയ്യുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ കർത്താവിൻ്റെ ഇഷ്ടത്താലാണ് വരുന്നതെന്ന് മനസ്സിലാക്കി കർത്താവിൽ ആശ്രയിപ്പാനും വിശ്വസിപ്പാനും ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. May God bless you all. Bye.